നമ്മളിപ്പം ഇലക്ഷൻ കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? രണ്ടാമത്തെ ദിവസം. ഈ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇടതുമുന്നണിയുടെ പല ഭാഗങ്ങളിൽ നിന്നും പരാജയം സമ്മതിച്ചുകൊണ്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങി. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് CPIയുടെയാണ്. 25 സീറ്റല്ലേ? അല്ല, നമ്മളെല്ലാവരും സാധാരണഗതിയിൽ CPMന്റെ സീറ്റുകളെ കുറിച്ചാണ് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായി ചർച്ച തുടങ്ങിയത്. ഇതിൽ രണ്ടാമത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ CPI ആണ്. 25 സീറ്റിലാണ് മത്സരിച്ചത്. 25 സീറ്റ് മത്സരിച്ചു. 10 സീറ്റ് കിട്ടിയ ഭാഗ്യം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വന്നത്. 10 അവർ കണക്ക് കൂട്ടി വെച്ചേക്കുന്നത് കിട്ടാൻ സാധ്യത, ഒട്ടും കിട്ടാതെ പോകുന്നത് 50-50. ഇപ്പോൾ ഒട്ടും കിട്ടാതെ പോകുന്നതിനകത്ത് അവർ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ചടയമംഗലമാണ്. ചടയമംഗലം 2 മന്ത്രിമാരുടെ സീറ്റ്. അതെ, വളരെ കാലം, എത്രയോ വർഷമായി ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIയുടെ കയ്യിൽ നിന്ന സീറ്റാണ്. അവിടെ 2001 പ്രയാർ ഗോപാലകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജയിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ സർവേക്ക് പോയ സമയത്ത് നമ്മുടെ സർവേയിൽ നസീറാണ് അവിടെ MM നസീറാണ് മുന്നിലെടുക്കുന്നത്. നമുക്കതൊരു അത്ഭുതമായി തോന്നി. കാരണം അത് ഒരു മന്ത്രിയുടെ മണ്ഡലമാണ്. ചടയമംഗലം എത്രയോ വർഷങ്ങളായി അവിടെ CPIയുടെ കയ്യിലാണ്. ചിഞ്ചുറാണി അന്ന് പുതുമുഖമായിട്ടാണ് വന്നെങ്കിൽ പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതെ. പക്ഷേ വലിയ തോതിലുള്ള ജനപിന്തുണ MM നസീറാണ് അവിടെ കിട്ടിയെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തി. അതിനകത്ത് അവർ കോൺഗ്രസ് മനസ്സ് വെച്ചിരുന്ന ഒരു സീറ്റ് കൂടെ കിട്ടുമായിരുന്നു. എന്താണെന്നറിയോ? പുനലൂർ സീറ്റ് അവർ മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ചടയമംഗലമാണ്. അതെ, ചടയമംഗലവും പുനലൂരും കൂടെ മാറ്റാനൊരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ചടയമംഗലത്തിൽ നസീറിന് സീറ്റ് കിട്ടാക്കും. നസീർ പോയി പുനലൂർ മത്സരിക്കും. അതെ, അതുകൊണ്ട് മാത്രമാണ് അത് വെച്ചു മാറായിരുന്നത്. പക്ഷേ പുനലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇത്തവണ CPI തോറ്റേനെ. അപ്പോൾ ചടയമംഗലമാണ് ഒന്ന്. CPI പേടിക്കുന്ന തോറ്റു പോകും, 2 മന്ത്രിമാർ തോക്കും, അതിലൊന്ന് ചടയമംഗലമാണ് എന്നാണ് അവർ പറഞ്ഞത്. അടുത്തത് ഒല്ലൂരാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മന്ത്രി K രാജൻ. കാരണം ന്യൂനപക്ഷ ഏകീകരണം അവിടെ സംഭവിച്ചു. ഒല്ലൂർ ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ മണ്ഡലം നോക്കും. അതെ, ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഈ ന്യൂനപക്ഷ ഏകീകരണം ഇവർ പറയുന്നത് ഒല്ലൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് UDFനാവും സീറ്റ് കിട്ടാൻ സാധ്യത. ആ സ്ഥിതിക്ക് രാജൻ്റെ കാര്യം സംശയത്തിൽ, രാജൻ്റെയും ചിഞ്ചുറാണിയുടെയും കാര്യം സംശയത്തിലാണെന്നാണ് നിലവിലുള്ള അവസ്ഥ. പക്ഷേ ഇവർ കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നെടുമങ്ങാട് ഞങ്ങൾ സർവേക്ക് പോയതാണ്. GR അനിൽ വളരെ സാധ്യത കൂടി. പിന്നെ ഇവരടുത്തേക്ക് ചേർത്തലയാണ്, P പ്രസാദ്. പക്ഷേ ചേർത്തല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPIക്ക് ചേർത്തല P പ്രസാദ് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തവണ അദ്ദേഹം ജയിച്ചത് അത് ട്രെൻഡിൻ്റെ പുറത്ത് ജയിച്ചു. അത് വീണ്ടും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എതിർ സ്ഥാനത്ത് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക നേതാവാണ് കോൺഗ്രസിൻ്റെ. പക്ഷേ ഈ പ്രസാദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിലാണ് മത്സരിക്കാനെത്തിയത്. മന്ത്രി എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ പ്രസാദിനെ കുറിച്ച് മോശം പറയാനൊന്നുമില്ലല്ലോ. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. സാമുദായിക സമവാക്യം എങ്ങനെ? സാമുദായിക സമവാക്യം എനിക്ക് തോന്നുന്നത് ഈ രാജേന്ദ്ര പ്രസാദ് 70 സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മാറി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദിന് വോട്ടുകൾ 70 സമുദായത്തിൽ നിന്ന് കൂടുതൽ, പ്രത്യേകിച്ച് ചേർത്തലയാണ് SNDPയുടെ ആസ്ഥാനമാണ്. അപ്പോൾ ആ ആസ്ഥാനം എന്നല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ ആസ്ഥാനമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത കുറവുണ്ട്. പിന്നെ ഉള്ളത് ഇവർ പറയുന്നത് ഇവർക്ക് അടൂര് 50-50 ചാൻസാണ്. അവിടെ ഒരു 50-50 ഇല്ല, അവിടെ തോറ്റു പോകും. അവിടെ CPI സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടാനില്ല. അടൂര് അങ്ങനെ വരും. പിന്നെ ഈ പട്ടാമ്പിയൊക്കെ ജയിക്കുമെന്ന് തോന്നുന്നു. പട്ടാമ്പിയൊക്കെ. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ഏതോ ഒരു കൊല്ലൂരല്ലാതെ വേറെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ മറ്റേ ഇദ്ദേഹം നാട്ടിക നമ്മുടെ CC മൂന്നൻ BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥലത്ത് നാട്ടികയിൽ CPIക്ക് ഗീതാഗോപിക്കെതിരെ മത്സരിക്കും. അതെ, CPI തോറ്റുപോകാനുള്ള സാധ്യത പറയുന്നു. മൂന്നൻ പിടിക്കുന്ന വോട്ടുകൾ ഗീതാഗോപി കിട്ടാനുള്ളതായിരിക്കുമല്ലോ. മൂന്നൻ നല്ലൊരു ഇമേജ് ഉള്ളൊരു മനുഷ്യനൊക്കെയാണ് അവിടെ. അതുപോലെ കാഞ്ഞങ്ങാട് അവർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നാദാപുരം പോകുന്നാണ് പറഞ്ഞത്. നാദാപുരം എത്രയോ വർഷങ്ങളായി CPIയുടെ കയ്യിലിരിക്കുകയാണ്. ബിനോയ് വിശ്വം അവിടെ MLA ആയിരുന്നുണ്ട്. പ്രധാനപ്പെട്ട സത്യമൊകേരിയാണ്. സത്യമൊകേരിയുടെ ഭാര്യയാണെന്നാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ തോന്നുന്നത്. അതെ, അങ്ങനെയാണ് തോന്നുന്നത് മത്സരിക്കുന്നത്. പക്ഷേ ഈ നാദാപുരം ഒക്കെ തന്നെ ഒരു കാലത്ത് വലിയ തോതിൽ അന്ന് വർഗീയ കലാപമൊക്കെ ഒരു കാലത്ത് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നീട് അവിടെ പൊതുവെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പിന്നീട് നിലനിന്നത്. CPIക്ക് അവിടെ ശക്തമായ ഒരു അടിത്തറയുള്ളൊരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇക്കുറി ജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. 15 സീറ്റ് ഒറ്റയടിക്ക് പോകുന്ന അവർ വിചാരിക്കുന്നത് ഈ 10 എണ്ണം ജയിക്കും എന്നുള്ള ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതിനകത്തുനിന്ന് അടിസ്ഥാനപരമായിട്ട്, അതുപോലെ CPMൻ്റെ ജില്ലാതല അവലോകനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ ആലപ്പുഴയൊക്കെ വലിയ പ്രശ്നത്തിലാണ്. ആണല്ലോ, ആലപ്പുഴ ജില്ല മൊത്തത്തിൽ എടുക്കുമ്പോൾ ആലപ്പുഴയിൽ അവർ നഷ്ടമാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഹരിപ്പാട് ഓൾറെഡി
രമേശ് ചെന്നിത്തലയാണ്. കായംകുളവും കുട്ടനാടും പോകുന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ അരൂര്, ജി സുധാകരൻ നിൽക്കുന്ന മണ്ഡലം പരാജയ ഭീതിയാണ് അവർക്ക്. ജി സുധാകരന്റെ മണ്ഡലം പറയുന്നത് ഞങ്ങൾ ജയിക്കുമെന്നൊക്കെയാണ്, പക്ഷെ അങ്ങനെ അല്ലെന്നാണ് വാസ്തവം. ജില്ലയിൽ മൊത്തം പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആകെ ആലപ്പുഴയിൽ പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ചെങ്ങന്നൂർ മാത്രമേ. സഹിച്ചറിയാൻ്റെ മണ്ഡലം അവർക്ക് സംശയമില്ലാതെ അവിടെ നിൽക്കുന്നത് ചെങ്ങന്നൂർ മാത്രമേ ഉള്ളൂ. ചെങ്ങന്നൂര് അമ്പലപ്പുഴ അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമ്പലപ്പുഴ കിട്ടാൻ സാധ്യതയില്ല. മാവേലിക്കരയുണ്ട്, സംവരണ മണ്ഡലം. മാവേലിക്കര സംവരണ മണ്ഡലമാണ്. മാവേലിക്കരയും ചെങ്ങന്നൂരും ഏതാണ്ട് ഉറപ്പിക്കാം. പക്ഷേ ചെങ്ങന്നൂരിലും നമ്മളിപ്പോൾ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇലക്ഷന് ശേഷം നടത്തിയ ഒരു അവലോകനത്തിൽ പറയുന്നത് വളരെയധികം ഭൂരിപക്ഷം സജി ചെറിയാൻ്റെ കുറയുമെന്നേ ഉള്ളൂ, ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ LDFന് വലിയ തോതിലുള്ളൊരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ ഘടകകക്ഷികൾ പിന്നീട് അവർ ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും ദിവസം ഘടകകക്ഷികൾ അടുപ്പിക്കില്ലായിരുന്നല്ലോ CPM പൊതുവെ, എല്ലാം അവരങ്ങ് തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കുന്ന രീതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഘടകകക്ഷികൾക്ക് അവർക്ക് അവരുടേതായ ശബ്ദം അവിടെ LDF യോഗത്തിൽ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അതിലൂടെ. ഇല്ല, നമ്മളിപ്പോൾ പറയുന്ന ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ അവലോകനത്തിൽ വന്നതെന്ന് പറയാം. ഇപ്പോൾ ഓരോ ജില്ലാ അവലോകനം, ഇപ്പോൾ CPIയുടെ ഇന്ന് സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളിതിനകത്ത് പറയേണ്ട അടുത്ത കക്ഷി എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ്. ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ ഇപ്പം റോഷി തോക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി. പിന്നെ ഇദ്ദേഹം റാന്നിയിൽ പ്രമോദ് നാരായണൻ തോക്കുമെന്നുള്ളത് ഉറപ്പായി. പിന്നെ അങ്ങനെ 2 പ്രമുഖർ തോക്കാനുള്ള സാധ്യത ഏതാണ്ട് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒന്ന് പ്രൊഫസർ ജയരാജ്, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി. ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിള് ജയിക്കുന്ന കാര്യത്തിൽ വലിയ ഇതില്ല, എന്താ പറയുന്നത്, പിറവത്ത് മാണിയല്ലേ നിൽക്കുന്നത്? അല്ല, പുറത്ത് പിന്നെ അനൂപ് ജേക്കബ് അവിടെ മാണി വിഭാഗം. പിന്നെ ഉള്ളത് മോൻസിനെതിരെയാണ് കടുത്തുരുത്തിയിൽ. പിന്നെ കോതമംഗലമുണ്ട്. കടുത്തുരുത്തിയിൽ വളരെ കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഘടകകക്ഷികൾ ഇപ്പോഴേ അങ്കലാപ്പിലാണ്. അതാണ് നമ്മളോട് ഒരാൾ പറഞ്ഞത്. നിലവിൽ വോട്ട് തേടുന്ന ഒരു കേരള കോൺഗ്രസ് MLAയുടെ ഭാര്യ അയാളോട് പറഞ്ഞു എന്നാണ്. അത് അയാൾ തന്നെ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞതാണ്. അതായത് പിണറായി വിജയൻ്റെ പേരോ അയാളുടെ പടമോ ഒരു സാധനമോ ഫ്ലെക്സോ ഒന്നും വയ്ക്കാൻ പാടില്ല. ഒരു വീട്ടിലും കയറി പിണറായി വിജയൻ്റെ കാര്യം പറയും, നിങ്ങളുടെ കാര്യം മാത്രമേ പറയാവൂ. പക്ഷേ ഈ പിണറായി വിജയനൊപ്പമുള്ള ഫ്ലെക്സ് സ്ഥാനാർത്ഥി വെച്ചില്ലെങ്കിൽ പോലെ നമ്മുടെ ആഗോള കേരളം ഇത്രയും വലുപ്പത്തിലുള്ള 2 ഫ്ലെക്സ്, ഓരോ ജംഗ്ഷൻ 2-3 ഫ്ലെക്സ് വെച്ചാണ് വെച്ചിരിക്കുന്നത്. അല്ല, ഇപ്പം ഇടത് സൈബർ ഹാൻഡിലുകളെല്ലാം പതുക്കെ കളം മാറ്റി, ചാനലുകൾ കളം മാറ്റി. ഇത്രയും ദിവസം ഇന്നലെ വരെ ഇവിടെ LDF തരംഗമാണ്, LDF മാത്രമേ ജയിക്കൂ എന്ന് പറഞ്ഞിരുന്ന മിക്കവാറും TV ചാനലുകൾ പരിപാടി പതുക്കെ മാറ്റിയിട്ടുണ്ട്. ഇടത് സൈബർ ഹാൻഡിൽ എന്താ ജരാനര ബാധിച്ച വൃദ്ധനോ കൂനിക്കൂടി നടക്കുന്ന ഈ മനുഷ്യനെ വെച്ച് വേണ്ടായിരുന്നു നിങ്ങൾ P രാജീവിനെയോ KN ബാലഗോപാലിനെയോ മുന്നിൽ നിർത്തി വേണമായിരുന്നു ഇലക്ഷനെ. ശൈലജയുടെ പേരും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 3 പേരും വന്നിരുന്നതിൽ ഇതിൻ്റെ അപ്പുറം പരിതാപകരം. അത്രേ ഉള്ളൂ. പിണറായി ഇപ്പം പിന്നെയും കാണിക്കാൻ ആകെയുള്ളൊരു പിണറായി, ജനപ്രീതിയിൽ പിണറായിക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട്. അത് അന്തം കമ്മികളുടെ മാത്രമല്ല, മറ്റ് ചിലർക്ക് അങ്ങേരോടൊരു താല്പര്യമുണ്ട്. ഒരു നല്ല നേതാവാണ്. പക്ഷെ അയാളുടെ ധാർഷ്ട്യവും അയാളുടെ വായിൽ നിന്ന് വീണ വാക്കുകളും അയാൾ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ കേരളം കുട്ടിച്ചോറാക്കിയത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകിയൊരു പൊതുബോധമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരിപ്പം ഘടകകക്ഷികളിലെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇനി 1 മാസമുണ്ട് മാനസികമായി ആ തോൽവിയെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാം. ഇതൊരു സഡൻ ഷോക്കായിട്ട് വരാതിരുന്നാൽ ഇപ്പോഴേ സൈദ്ധാന്തികന്മാർ അതിനോട് വേണ്ടുന്ന സാഹിത്യം തയ്യാറാക്കിയായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവർ ഓരോ ദിവസം കുറേശ്ശെ മാറി മിക്കവാറും ഈ മെയ് 1 ആകുമ്പോഴേക്ക് നമ്മുടെ ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ UDFനൊപ്പം. മാത്രമല്ല ഇടത് സാംസ്കാരിക നായികമാരും ഒക്കെ ഇനി പതുക്കെ ചുവടുന്ന് മാറ്റും. കാരണം സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, ഇത്രയും ഫോക്ലോർ അക്കാദമി, ഒരുപാട് അക്കാദമിയിൽ ചരിത്ര അക്കാദമി, നടി ഉഷ, സിനിമാ നടി ഉഷ, ബാലേന്ദ്രമേനോൻ കൊണ്ടുവന്ന ഉഷ കണ്ടതും കേട്ടതും CPMന്റെ മെമ്പറായിരുന്നു. അവർ ആ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് അവർ കോൺഗ്രസ്. എന്തായിരിക്കും കാരണം? അക്കാദമിയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതാണ് കാരണം അവിടെ അതിനാളില്ലല്ലോ. അതെ, കോൺഗ്രസിൽ ഈ സാംസ്കാരികപരമായ ഇത്തരം കാര്യങ്ങൾ അവർ ബുദ്ധിപൂർവ്വം അവർക്ക് മനസ്സിലായി പണി പാളാൻ പോവാണ്. നമ്മൾ ഇന്നലെ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഭൂചലനം, ഭൂകമ്പം തുടങ്ങിയ
പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ അല്ലെ കടുത്ത പേമാരി കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മുടെ പക്ഷിമൃഗാദികൾക്ക് സൂചന കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവര് നമുക്ക് മുന്നറിയിപ്പ് തരും, എന്നിട്ട് അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ചില പക്ഷിമൃഗാദികൾ അതുപോലെ ഒരു സാധ്യത നമ്മൾ വിട്ടുപോയത് ആരെന്നറിയാമോ? ഈ കോൺഗ്രസ് വിട്ടുപോയിട്ട് അപ്പുറത്ത് നിന്ന് ഓരോ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ നേടിയ കുറെ പേരുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിനെ പോലുള്ള ആൾക്കാർ കുറെ പേരുണ്ട്, ടീച്ചർ റോസക്കുട്ടി, കുറെ പേരുണ്ട്. ജോർജ്. അതെ, കൂട്ടപലായനം ഇങ്ങോട്ടുണ്ടാവും. കോൺഗ്രസ് ആണ് പാർട്ടി, ആര് എന്ത് ചീത്ത വിളിച്ചിട്ട് പോയാലും തിരിച്ചു വന്ന് ആരെ കയറ്റിയിരുത്തും. കാരണം സാധ്യതയുണ്ട്. എന്തായാലും ഇടതുമുന്നണിയിൽ ഇതൊരു വലിയൊരു ഘടകകക്ഷികൾ അവർ അങ്കലാപ്പിലായി എന്നുള്ള ഉറപ്പാണ്. എന്തായാലും അവർ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എല്ലാം ഇപ്പോൾ പതുക്കെ ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ ഇടത് സൈബർ ഹാൻഡിലുകളും അടക്കം അവർക്ക് മനസ്സിലായി തുടങ്ങി. വലിയ തിരിച്ചടി നേരിടും.